ഇന്ന് എന്തുവാ സ്പെഷ്യല്? നിങ്ങളൊക്കെ വന്നതല്ലേ, നമുക്ക് ഇന്നൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ? ഓക്കെ, ഡൺ. അതിന് വേണ്ടിയുള്ള ചിക്കനൊക്കെ വാപ്പിച്ച് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് റെഡിയാക്കാം. ഓക്കെ. ഈ ചിക്കൻ നമുക്ക് ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തിയിടാം. ഫോർക്ക് കൊണ്ട് കുത്തിക്കഴിഞ്ഞ് നമ്മൾ വൃത്തിയായിട്ട് കഴുകണം. അത് കഴിഞ്ഞാണ് നമ്മൾ മസാലയൊക്കെ തേക്കേണ്ടത്. ഇതിനോടകം തന്നെ എനിക്കൊന്ന് സുഖമില്ലാതായി. അന്നേരം എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞാണ്, വീഡിയോ എടുത്ത് കഴിഞ്ഞാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതിനിടയ്ക്ക് നമുക്ക് ചോറിനുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളക് വേണം, ഒരു കഷ്ണം പട്ട, 2-3 ഏലയ്ക്ക, ഒരു കരയാമ്പു, പിന്നെ ഇതിൻ്റെ പേര് മറന്നുപോയി. ഇനി നമുക്ക് ഇറച്ചിയിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മുളക് പൊടി, നല്ല ജീരകം പൊടിച്ചതാണിത്, 1/2 സ്പൂണ്. പിന്നെ കുരുമുളക് പൊടി വേണം 1 സ്പൂണ്. എരിവ് വേണമല്ലോ, നമുക്ക് എരിവാണല്ലോ ആവശ്യം. മാഗി ക്യൂബ് 2 എണ്ണം ഇട്ട് കൊടുക്കണം. പിന്നെ ശകലം പുതിന, മല്ലിയില ഇതും കൂടി ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ശ്രദ്ധിച്ച് ചേർക്കണം. മാഗി ക്യൂബിനകത്ത് ഉപ്പ് ഉള്ളതാണ്, അത് നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം, നന്നായി ഓയിൽ ഒഴിക്കണം. അത് കഴിഞ്ഞ് ഇച്ചിരി ഫുഡ് കളർ ചേർക്കണം, കാരണം മന്തിക്കൊരു ഭംഗിയൊക്കെ വേണ്ടേ. വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി കളർ വേണം. എന്നിട്ട് നന്നായി യോജിപ്പിക്കണം. നല്ല ശരിക്കും നമ്മൾ കൈകൊണ്ട് തിരുമ്മണം. സ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയാൽ പറ്റത്തില്ല. കൈകൊണ്ട് തിരുമ്മി നല്ല ഇതാക്കി വയ്ക്കണം. നല്ലവണ്ണം തിരുമ്മി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം. 1 മണിക്കൂറെങ്കിലും ഇരിക്കണം, എന്നാലേ ഒന്ന് മസാലയൊക്കെ നല്ലവണ്ണം പിടിക്കുകയുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ചോറിന് വേണ്ടിയുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഉണക്ക നാരങ്ങ, ഗ്രാമ്പു, പട്ട, ആവശ്യത്തിന് ഉപ്പ്, 2-3 ഏലയ്ക്ക, 2 സ്പൂണ് ഓയിലും കൂടി ഒഴിക്കണം. വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ അരിയിട്ട്, ഇത് മന്തി റൈസാണ്. പിന്നെ ചിക്കൻ അന്നേരപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇളക്കി മൂടി വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പകുതി വേഗമാകുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ അതിന് വേണ്ടിയുള്ള ചട്നി റെഡിയാക്കുവാണ്, ടൊമാറ്റോ ചട്നി. അതിന് തക്കാളി, 1 സബോള, 2-3 വെളുത്തുള്ളി, മല്ലിയില, നല്ല ജീരകം, ശകലം ഉപ്പ്, 2 പച്ചമുളക്, ഇത് കൂട്ടി ഒന്ന് മിക്സിയിൽ അരച്ച് അത് റെഡിയാക്കി മാറ്റി വെച്ച്. ഇനി മയോണൈസ് ഉണ്ടാക്കണം. അതിവിടെ തയ്യാറായിട്ടുണ്ട്. അന്നേരം ചോറ് റെഡിയായി. ബിരിയാണിക്ക് പോലെ അധികം വേകണ്ട, മുക്കാൽ വേവായാൽ മതി. പിന്നെ റെഡ് കളറും ഇച്ചിരി മഞ്ഞൾപ്പൊടി കലക്കി അതും ഒഴിച്ച് ചിക്കനൊക്കെ റെഡിയായത് അതും ഇതിനകത്തേക്ക് ആക്കി 2-3 പച്ചമുളകും കുത്തി വയ്ക്കണം. ചാർക്കോളാണ് കത്തിക്കേണ്ടത്. ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചിരട്ട കത്തിച്ചിട്ട് പാത്രത്തിൽ വെച്ച് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് പുക വന്നപ്പോഴത്തേക്ക് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് നമ്മൾ അടുപ്പിലൊന്ന് ഇങ്ങനെ അടിയിൽ ചെറു തീ കൊടുത്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്താണ് ഇത് പൊക്കി